Part 3 video adoption of GST in India. India established in a dual GST structure in 2017, which was reform in the country's tax structures. The main objective of incorporation the GST is to eliminate the tax on tax or double taxations which cascade from the manufacturer level to the consumption level. 2017 മുന്നോടിയായിട്ട് ഒരു ടാക്സ് സിസ്റ്റം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ടുള്ള വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. വാല്യൂ ആഡഡ് ടാക്സിൻ്റെ മെയിനായിട്ടുള്ള ഡിഫക്റ്റ് എന്ന് പറയുന്നത് കാസ്കാഡിംഗ് സിസ്റ്റം ആയിരുന്നു. എന്താണ് കാസ്കാഡിംഗ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടാക്സിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കുന്ന ഒരു അവസ്ഥ നിലവിലുണ്ടായിരുന്നു വാല്യൂ ആഡഡ് ടാക്സിൽ. ഇതിനെയാണ് പറയുന്ന ടേമിനെയാണ് കാസ്കാഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കാസ്കാഡിംഗ് സിസ്റ്റം എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് കാസ്കാഡിംഗ് സിസ്റ്റം വരുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ഈ പിക്ചറിനകത്ത് നിങ്ങൾക്ക് കാസ്കാഡിംഗ് എഫക്റ്റ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഒരു പ്രൊഡ്യൂസ് ചെയ്യും, മാനുഫാക്ചർ ചെയ്ത് അത് റോ മെറ്റീരിയൽസ് ആദ്യം വാങ്ങിക്കുന്നു. റോ മെറ്റീരിയൽ വാങ്ങിച്ച് അത് മാനുഫാക്ചർ ചെയ്യുന്നു, അതായത് പ്രോസസ്സിങ് നടക്കുന്നു. അപ്പോൾ റോ മെറ്റീരിയൽ കൺവേർട്ടഡ് ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, അതാണ് പ്രൊഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റോ മെറ്റീരിയൽസ് ആദ്യം വാങ്ങിക്കുന്നു. വാങ്ങിച്ച റോ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കുറച്ച് ചിലവുകളുണ്ട്. ആ ചിലവും കഴിഞ്ഞ് ഈ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലറുടെ കയ്യിലേക്ക് എത്തുകയും ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി, പ്രോഡക്റ്റിന് ചേഞ്ച് വരുത്തിയോ പാക്ക് ചെയ്തോ എന്തെങ്കിലും ചെയ്ത് ആ പ്രോഡക്റ്റ് ഹോൾസെയിലർ റീറ്റെയിലേക്ക് കൊടുക്കുകയും റീറ്റെയിലർ മോഡിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീറ്റെയിലർ അത് മോഡിഫൈ ചെയ്യുകയും അത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു ചെയിൻ എന്ന് പറയുന്നത്, ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് കാസ്കാഡിംഗ് എഫക്റ്റിലേക്ക് കിടക്കാം. ഇവിടെ ഒരു ബനിയനാണ് പ്രോഡക്റ്റ്. അത് എങ്ങനെയാണ് നോക്കാം നമുക്ക്. മാനുഫാക്ചറർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഈ ബനിയൻ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അതിൻ്റെ മുകളിലുള്ള 10% ടാക്സ് ഉണ്ട്. 10%, 100ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10 അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 110 രൂപയാണ്. മാനുഫാക്ചറർ റോ മെറ്റീരിയൽസ് വാങ്ങി അത് മാനുഫാക്ചർ ചെയ്ത് പ്രോസസ്സിലേക്ക് എത്തുകയാണ്. പ്രോസസ്സ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസർക്കുണ്ടായ ചിലവ് എന്ന് പറയുന്നത് 40 രൂപ ആഡ് ചെയ്യുന്നു. അപ്പോൾ 110 + 40 150 രൂപ കോസ്റ്റ് വരികയും ഇതിൻ്റെ മുകളിൽ 10% ടാക്സ് എക്സൈസ് ഡ്യൂട്ടി ചുമത്തുകയും 10% 150-ന് 10% 15 165 രൂപയായി മാറുകയും ചെയ്യുന്നു. ഇവിടെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 40 രൂപയാണ്. അൾട്ടിമേറ്റ് 165 രൂപ മാനുഫാക്ചറിങ് കോസ്റ്റ് ടാക്സും ആഡ് ചെയ്ത് 165 രൂപയാണ് വരുന്നത്. ഈ ഷർട്ടിൽ ബനിയൻ ഉണ്ടാക്കാനുള്ള മാനുഫാക്ചറിങ് കോസ്റ്റും ടാക്സും കാണുന്നത് 165 രൂപയാണ്. അടുത്ത സ്റ്റേജിലേക്കാണ് ഇനി പോകുന്നത്. നെക്സ്റ്റ് ചെയ്യുന്നതിന് പ്രൊഡ്യൂസർ ഹോൾസെയിലേക്ക് സാധനം വിൽക്കുകയും ഹോൾസെയിലർ ആഡ് വാല്യൂ 30 രൂപ വാല്യൂ ആഡ് ചെയ്യുകയും ഇപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് 165 + 30 195 രൂപയും ഇവിടെ ടാക്സ് എന്ന് പറയുന്നത് വാറ്റ് എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത് 19.5 10% 214.5 രൂപയായി മാറുകയും ചെയ്യുന്നു പ്രോഡക്റ്റിന് വില. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിലർ റീറ്റെയിലേക്ക് വിൽക്കുകയാണ് ഉണ്ടാവുക. റീറ്റെയിലർ ഇവിടെ വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്, 20 രൂപ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ എമൗണ്ട് വുഡ് ബി 234.5, അതായത് 214.5 + 20 234.5
ഇവിടെ 10% ടാക്സ് 23.45. അത് ടോട്ടൽ 257.95 രൂപയാണ്. അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലേക്ക് ഈ ബനിയൻ അല്ലെങ്കിൽ ഈ ഷർട്ട് എത്തുമ്പോൾ കിട്ടുന്ന എമൗണ്ട്, കൊടുക്കുന്ന എമൗണ്ടാണ് 257.95. ഇവിടെ സെൻട്രൽ സെയിൽസ് ടാക്സ് ആണ് ഈ പറയുന്ന ടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ 2 ടാക്സിൻ്റെ മുകളിൽ ടാക്സ് ആണ് പറയാൻ കാരണം, ആദ്യം റോ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ ടാക്സ് 10 രൂപ കൊടുത്തു, ഈ 110 രൂപയായിരിക്കും. പിന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സ് 40 രൂപയാകുമ്പോൾ ഈ 110നോട് 40 കൂട്ടുമ്പോൾ 150, ഈ 150ൻ്റെ മുകളിൽ 10% വരെയാണ്. അപ്പോൾ ഈ 10 രൂപ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ടാക്സ് ഓൺ ടാക്സ് ആണ് വരുന്നത്. അതാണ് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് കാസ്കാഡിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മാനുഫാക്ചർ ചെയ്യുമ്പോൾ പ്രോസസ്സ് കഴിഞ്ഞ് പ്രോഡക്റ്റായി മാറുമ്പോൾ 165 രൂപയായിട്ട് മാറുകയും, പിന്നെ അത് ഹോൾസെയിലറിലേക്ക് എത്തുമ്പോൾ ഹോൾസെയിലർ അവിടെ 30 രൂപ ആഡ് ചെയ്യുകയും 195 രൂപയും 19.5 എന്ന് പറയുന്നത് ഇവിടെ ഈ 10 രൂപ ടാക്സ് കൊടുത്തതിൻ്റെ 10 രൂപയും 15ഉം ടാക്സിൻ്റെ മുകളിൽ ടാക്സ് ആണ് വരുന്നത് 19.5. അപ്പോൾ 214 ഇവിടെ വാല്യൂ ആഡഡ് ടാക്സ് വരികയും അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തുമ്പോൾ 257.95 ആണ്. ഇവിടെ ടാക്സിൻ്റെ മുകളിൽ ടാക്സ് വരികയാണ് ഉണ്ടാകുന്നത്. ഇതിനാണ് കാസ്കാഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ടേംസാണ് കാസ്കാഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി സിമ്പിളായി പറയുകയാണെങ്കിൽ, റോ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ പ്രൊഡ്യൂസർ 10% ടാക്സ് കൊടുത്തു, 110 രൂപയും വാല്യൂ ആഡഡ് ടാക്സ്. മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ടാക്സ് എന്ന് പറയുന്നത് 15, അതിന് എക്സൈസ് ഡ്യൂട്ടിയും. അത് റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ റീറ്റെയിൽസ് വാല്യൂ ആഡ് ചെയ്യുകയും, ഹോൾസെയിലർക്ക് എത്തുമ്പോൾ ഹോൾസെയിലർ വാല്യൂ ആഡ് ചെയ്യുന്നു, അത് വീണ്ടും വാല്യൂ ആഡഡ് ടാക്സ് കൊടുക്കുകയാണ്. പിന്നെ അത് റീറ്റെയിലറുടെ കയ്യിലെത്തുമ്പോൾ റീറ്റെയിലർ സെൻട്രൽ സെയിൽസ് ടാക്സ് കൊടുക്കുകയാണ്. ഇതാണ് കാസ്കാഡിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ടാക്സ് ഓൺ ടാക്സ് ആണ് കാസ്കാഡിങ് സിസ്റ്റം. അതാണ് ഇവിടെ പറയുന്ന ഡബിൾ ടാക്സാഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡബിൾ ടാക്സാഷനാണ്. ഈ ടാക്സിൻ്റെ മുകളിൽ ടാക്സിൻ്റെ മുകളിൽ ടാക്സ് എന്ന് പറയുന്നത് ഡബിൾ ടാക്സാഷനാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അഡോപ്ഷൻ ഓഫ് GST വന്നത്. മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് ഇൻ ഓർഡർ ടു അവോയ്ഡ് കാസ്കാഡിങ് സിസ്റ്റം. ടു ബി മോർ ക്ലിയർ, നമുക്ക് ഒരു എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. മാനുഫാക്ചറർ ഇവിടെ എമൗണ്ട് റേറ്റ് തന്നിട്ടുണ്ട്. ഈ എമൗണ്ടിൽ പ്രീ GST വരുന്നതിന് മുമ്പായിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സ്, എമൗണ്ട് അണ്ടർ GST നിലവിലുള്ളപ്പോൾ ഉണ്ടാകുന്ന കേസും അതിന് മുന്നേ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് റേറ്റ് ഇല്ല, 2 ലക്ഷം രൂപയാണ് ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ചിലവ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ ഈച്ചാണ് ഒരു പ്രോഡക്റ്റിന്. പിന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10%. 10% ആഡ് ചെയ്യുമ്പോൾ 2,20,000 20,000, 2,20,000 20,000 രൂപ വരും. എക്സൈസ് ഡ്യൂട്ടിയാണ് GST വരുന്നതിന് മുമ്പായിട്ട് എക്സൈസ് ഡ്യൂട്ടി 12.5, അതായത് മാനുഫാക്ചറർ 12.5 രൂപ പിന്നെ ടാക്സ് നൽകണം. അപ്പോൾ 27,500 രൂപ. 2,20,000ൻ്റെ 12% എന്ന് പറയുന്നത് 27,500 രൂപ. ഇവിടെ GSTയിൽ എക്സൈസ് ഇല്ല, എക്സൈസ് ഒഴിവാക്കിയിട്ടാണല്ലോ GST നിലയിൽ വന്നത്. അതിനടുത്തത് അത് പ്ലസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 2,40,500 രൂപ. ഇവിടെ 2,20,000 രൂപ. ഇനി വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ് 12.5%. 2,40,500ൻ്റെ 12.5%, 30,938 രൂപ വാറ്റ് വന്നു. അണ്ടർ GSTയിൽ ഇല്ലാണ്, കാരണം GST വരുന്നതിന് മുമ്പാണ് വാറ്റ് റീപ്ലേസ് ചെയ്തിട്ടാണ് GST വന്നത്. ഇനി സെൻട്രൽ GST എന്ന് പറയുന്നത് 6%. 6% എന്ന് പറയുന്നത് 2,20,000ൻ്റെ 6%,
13,200 രൂപയാണ്. സെൻട്രൽ ജി എസ് ടി 6% ആണ്. 13,200 രൂപ. ഇനി ഫൈനൽ ഇൻവോയ്സ്ഡ് ടു ഹോൾസെയിലർക്ക് പോവുകയാണ്. ഈ മാനുഫാക്ചറർ ഹോൾസെയിലർക്ക് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. മാനുഫാക്ചറർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, മേക്ക് ചെയ്യുന്നു. മാനുഫാക്ചറർ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഹോൾസെയിലർക്ക് വിൽക്കുന്നു. റീറ്റെയിലർ ടു അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. ഫൈനൽ ഇൻവോയ്സ് ടു ഹോൾസെയിലർക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പ്രീ ജി എസ് ടിയിൽ 2,78,438 രൂപയും അണ്ടർ ജി എസ് ടിയിൽ 2,46,400 രൂപയാണ് ഉള്ളത്. ഫൈനൽ ഇൻവോയ്സ് ടു ഹോൾസെയിലർക്ക് പ്രോഡക്റ്റ് എത്തുന്നത് പ്രീ ജി എസ് ടിയും അണ്ടർ ജി എസ് ടിയും കണ്ടു. ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോൾസെയിലറിൽ നിന്ന് റീറ്റെയിലർക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അതായത് അൾട്ടിമേറ്റ് എൻഡ് യൂസേഴ്സിന് എത്ര എമൗണ്ട് വരിക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇത് റേറ്റും ഉണ്ട്, അതുപോലെ എമൗണ്ട് പ്രീ ജി എസ് ടി ഉണ്ട്, എമൗണ്ട് അണ്ടർ ജി എസ് ടി ഉണ്ട്. അപ്പോൾ ഹോൾസെയിലർ കയ്യിൽ നിന്നുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടു. 2,78,438 രൂപ ജി എസ് ടി വരുന്നതിന് മുമ്പായിട്ട് വാറ്റിലുള്ളത്. ജി എസ് ടി വന്നതിന് വെച്ചാൽ ജി എസ് ടിയിലുള്ളത് 2,46,400 രൂപ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്രോഫിറ്റ് 10% പറയുമ്പോൾ 27,844 രൂപയും അണ്ടർ ജി എസ് ടിയിൽ 24,640 രൂപയാണ് വരുന്നത്. ടോട്ടൽ എന്ന് പറയുന്നത് 10% കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3,06,282 രൂപയും അണ്ടർ ജി എസ് ടിയിൽ 2,71,040 രൂപയാണ് വരുന്നത്. ഇവിടെ വാറ്റ് വാല്യൂ ആഡഡ് ടാക്സ് 12.5%. വാല്യൂ ആഡഡ് ടാക്സ് ഈ എമൗണ്ടിൻ്റെ മുകളിൽ 12.5%, അത് 38,285 രൂപയും മൈനസ് ക്രെഡിറ്റ് ഓൺ വാറ്റ് പെയ്ഡ്. ക്രെഡിറ്റ് ഓൺ വാറ്റ് പെയ്ഡ് മീൻസ് ഇവിടെ വാറ്റ് 12.5% മാനുഫാക്ചറർ കൊടുത്തിട്ടുണ്ട്. 12 അത് 30,938 രൂപ. 30,938 രൂപ അത് നമ്മൾ ആദ്യം കൊടുത്തതും ഇപ്പോഴുള്ളതും മൈനസ് ചെയ്ത് നമുക്ക് 7,347 രൂപ അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇത് ആദ്യം ഒന്നുകൂടി പറയാം. ഹോൾസെയിലർ കൊടുത്ത വാറ്റും വാല്യൂ ആഡഡ് ടാക്സും മാനുഫാക്ചറിൽ കൊടുത്ത വാറ്റും അതുപോലെ ഹോൾസെയിലർ കൊടുത്ത വാറ്റും തമ്മിൽ താരതമ്യം ചെയ്യുക, അതായത് മൈനസ് ചെയ്യുക. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് 7,347 രൂപ. ഇനി എമൗണ്ട് അണ്ടർ ജി എസ് ടിയിലേക്ക് വരാം. സി ജി എസ് ടി എന്ന് പറയുന്നത് 2,71,040 6% മൈനസ് ക്രെഡിറ്റ് ഓൺ ജി എസ് ടി പെയ്ഡ്. ക്രെഡിറ്റ് ഓൺ ജി എസ് ടി പെയ്ഡ് ഇവിടെ 6% 13,200 രൂപയാണ്. അപ്പോൾ 13,200 രൂപ മൈനസ് ചെയ്യണം. ബാക്കിയുള്ള എമൗണ്ട് 3,062 രൂപ. ഇനി എസ് ജി എസ് ടി എന്ന് പറയുന്നത് നമുക്കിവിടെ 6% ഇവിടെ ആൾറെഡി നമ്മൾ പേ ചെയ്തിട്ടുണ്ട്.
SGST 6% സെയിം എമൗണ്ട് തന്നെയാണ് 13,200 രൂപ. അപ്പോൾ 16,262 രൂപ മൈനസ് 13,200 രൂപ. 16,262 കിട്ടിയത് 2,71,040 ഇൻറ്റു 6% 16,262 മൈനസ് 13,200. ഈ എമൗണ്ട് എന്ന് പറയുന്നത് എമൗണ്ട് സെയിം ആണ്, 3,062 രൂപ. ഈ വാല്യൂ ആഡ് ടാക്സ് ഈ എമൗണ്ടിനോട് ടോട്ടലിനോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 3,13,629 രൂപയും പ്രീ GST അതായത് വാറ്റ് നിലവിൽ വരുമ്പോൾ അല്ലെങ്കിൽ GSTന് മുന്നേ ഉള്ള എമൗണ്ടാണ്. ഫൈനൽ ഇൻവോയ്സ് ടു എൻഡ് യൂസർ കൺസ്യൂമറുടെ കയ്യിലെത്തുമ്പോൾ ഉണ്ടാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായ 2,00,000ൻ്റെ പ്രോഫിറ്റും ചേർത്ത് എക്സൈസ് ഡ്യൂട്ടിയും ആഡ് ചെയ്തു, വാറ്റും ആഡ് ചെയ്ത് ഇൻപുട്ട് ക്രെഡിറ്റ് മൈനസ് ചെയ്യുകയും ഇത് നമുക്ക് കിട്ടുന്നതാണ്. ഫൈനൽ എൻഡ് യൂസേഴ്സിന് 3,13,629 രൂപ പ്രീ GST ആണ്. ആഫ്റ്റർ GSTക്ക് ശേഷം വരുന്നത് പ്ലസ് ചെയ്തിട്ട് 2,77,164 രൂപയാണ്. അപ്പോൾ ഫൈനൽ എൻഡ് യൂസേഴ്സിന് എത്തുന്ന എമൗണ്ട് രണ്ടും ഇവിടെ 3 അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇതാണ് GST നിലവിൽ വന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. ഇവിടെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ മാനുഫാക്ചർക്ക് ഉണ്ടാകുന്ന ചിലവുകളും ടാക്സുമാണ് ഫസ്റ്റത്തെ ഈ ഒരു പ്രോബ്ലത്തിൽ പറയുന്നത്. ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിക്കാൻ 2,00,000 രൂപയാണ് മാനുഫാക്ചർക്ക് ചിലവ് വന്നത്. 2,00,000 രൂപ പ്രീ GSTയും GST വരുന്നതിന് മുമ്പും ആഫ്റ്റർ ദ GSTയും പ്രോഫിറ്റ് ഇവിടെ മാനുഫാക്ചർ ആഡ് ചെയ്തത് 10% പ്രോഫിറ്റ്. പ്രോഡക്റ്റിൻ്റെ മുകളിൽ 10% ആഡ് ചെയ്തു 20,000 രൂപ. എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 12.5, 2,20,000 12.5 എന്ന് പറയുന്നത് 27,500 രൂപ. GSTയിൽ എക്സൈസ് ഡ്യൂട്ടി ഇല്ല. ടോട്ടൽ എന്ന് പറയുന്നത് 2,45,500, 2,20,000. വാല്യൂ ആഡ് ടാക്സ് മാനുഫാക്ചർ പ്രോഡക്റ്റിന് മുകളിൽ വന്നത് 12.5, 30,938 മൈനസ് CGST 6%, SGST 6% 13,200 ഈച്ചായിട്ട്. അപ്പോൾ ഫൈനൽ ഇൻവോയ്സ് ടു ഹോൾസെയിൽ മാനുഫാക്ചർ ഹോൾസെയിലേക്ക് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പ്രീ GSTയിൽ 2,78,438 ആഫ്റ്റർ GST 2,46,400 രൂപയാണ് ഉള്ളത്. ഫൈനൽ ഇൻവോയ്സ്ഡ് ടു ഹോൾസെയിലർ റീറ്റെയിലർക്ക് മാനുഫാക്ചറർ റീറ്റെയിലർക്ക് കൊടുക്കുന്ന എമൗണ്ട് നമ്മൾ കണ്ടു. ഇനി ഹോൾസെയിലർക്ക് കൊടുക്കുന്ന എമൗണ്ട് കണ്ടു. ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2,00,000 ഹോൾസെയിലർക്ക് 2,78,438 രൂപയാണ് മാനുഫാക്ചർ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് കിട്ടുന്നത്. അതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈച്ച് അത് പ്രോഫിറ്റ് അവർ ആഡ് ചെയ്യുകയാണ്. ഹോൾസെയിലർ 10% പ്രോഫിറ്റ് ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് കിട്ടും. ടോട്ടൽ എന്ന് പറയുന്നത് ഈ 2 എമൗണ്ടാണ്. അത് വാറ്റ് വാല്യൂ ആഡ് ടാക്സ് എന്ന് പറയുന്നത് 12% ഹോൾസെയിലർ കൊടുക്കേണ്ടി വരിക. ഇവിടെ പ്രൊഡ്യൂസർ 12.5% ടാക്സ് കൊടുത്തിട്ടുണ്ട്, ആൾറെഡി പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾറെഡി പേ ചെയ്തത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആൾറെഡി പെയ്ഡ് ചെയ്തതും ഇപ്പോൾ പെയ്ഡ് ചെയ്തതിനും മൈനസ് എമൗണ്ട് നമ്മൾ കാണണം. അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 7,347. ഇവിടെ മാനുഫാക്ചറുടെ CGSTയും SGSTയും 6% ആണ്. അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അത് മൈനസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് 3,062 ഈച്ചായിട്ട്.
ഈ പ്രീ ജി എസ് ടി ഈ കിട്ടിയ എമൗണ്ടിനോട് ഈ എമൗണ്ട് ആഡ് ചെയ്യുകയും നമുക്ക് കിട്ടുന്ന 3,13,629 രൂപയാണ് ഫൈനൽ ഇൻവോയ്സ്ഡ് ടു യൂസേഴ്സ്. അതായത് കൺസ്യൂമേഴ്സ്, നമ്മളെ പോലെ കൺസ്യൂമേഴ്സിന് കിട്ടുന്ന എമൗണ്ട് ജി എസ് ടി വരുന്നതിന് മുമ്പ് വാറ്റിൽ നമുക്ക് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിൽ ജി എസ് ടിന് മുന്നായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വന്നിരുന്നത് 3,13,629 രൂപയായിരുന്നു. ജി എസ് ടി വന്നതിന് ശേഷം നമുക്ക് കിട്ടിയിരുന്നത് ആ പ്രോഡക്റ്റിന് മുകളിൽ നമ്മൾ ചിലവാക്കിയിരുന്നത് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിരുന്നത് 2,70,164 രൂപയാണ്. ഇതാണ് ജി എസ് ടി വന്നതുകൊണ്ടുണ്ടായിരുന്ന ഒരു ഗുണം എന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ ഡിഫറൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു.